പോയിട്ട് വാ കുട്ടാ. ഓട്ടോളെ. അച്ഛനെ മനസ്സിൽ വിചാരിക്കുക എപ്പോഴും. എനിക്ക് അച്ഛനേട്ടന ഈ മനസ്സിൽ നിന്നുള്ള അനുഗ്രഹം ഉണ്ടോ എനിക്കറിയാം. ഞാൻ എവിടെയും തൂക്കില്ല. വാ. പുതിയ ആളും സ്ഥലവും നോക്കിയും കണ്ടൊക്കെ നിൽക്കണം. ആർക്കും തെറ്റായിട്ടൊന്നും പറയാൻ ഇടയുണ്ടാക്കരുത്. ഇല്ല. അച്ഛന്റെ വാച്ചാത്. കെട്ടിക്കോളൂ. വേണ്ട ഏട്ടാ, ഇത് ഏട്ടന്റെ കയ്യിൽ തന്നെയാ വേണ്ടേ. ഏട്ടൻ ഇത്തിരി സമയം തെറ്റിയാലും കുഴപ്പമൊന്നുമില്ലെന്നേ. ചെല്ല്, രാഘുവിന് മുമ്പ് അവിടെ ചെന്ന് കയറണം കേട്ടോ. പോയിട്ട് വരാം. ഇത്ര ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ വലിയ ആളായി. കണ്ടോ, ഉദ്യോഗത്തിന് പോവാ. ശിവനെ ഒന്ന് കാണായിരുന്നു. പ്ലീസ് വെയിറ്റ്. സാർ, ഒരു ഗസ്റ്റ് ഉണ്ട്. വരാൻ പറയും. ചെന്നോളൂ. യെസ്. ആ, നീയാണോ ഗസ്റ്റ്? ഇരിക്കെ. ഇത്രയൊന്നും പ്രതീക്ഷിച്ചേയില്ല. വരണ്ടുപോയി. ശിവന്റെ ജീവിതം തന്നെ അതാ. പൂരത്തിനൊടുവിൽ ഒരു വെടിക്കെട്ടില്ലേ? മഹാദുരന്തങ്ങളുടെ പൊടിപൂരത്തിനൊടുവിൽ കണ്ടു നിൽക്കുന്നവരുടെ കണ്ണ് മഞ്ഞളിപ്പിക്കുന്ന ഒരു വെടിക്കെട്ട്. ആ, ബാലു, പ്ലീസ് കം. പിന്നെ നിനക്കിവിടെ ഇന്ന ജോലിയൊന്നൊന്നുമില്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ കാര്യങ്ങളുടെ രൂപം കിട്ടും. നിന്നെ കൊണ്ടാവുന്നതൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യുക. ആ, ഈ ബിസിനസിന്റെ മർമ്മം പിടികിട്ടിയാൽ പെട്ടെന്ന് നീ ഒരു പൊസിഷനിൽ വരും. വരണം. ആ, ബാലു, ഇത് മിസ്റ്റർ ശശിധരൻ നായർ, എൻ്റെ ഒരു റിലേറ്റീവ്. ഹലോ. ഹലോ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരനൊന്ന് ഫീഡ് ചെയ്യണം. ശരി. ഓക്കെ. വന്നു കയറുന്നതിന് മുമ്പ് നിന്നെ ശല്യം ചെയ്യാന്ന് വിചാരിക്കരുത്. നായരെ, ഫോർമാലിറ്റി വേണ്ട, പറയൂ. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, വാര്യത്തുണ്ണി. വീട്ടിലെ കാര്യം വലിയ കഷ്ടാ. ഇവിടെ എന്തെങ്കിലും ഒരു ജോലി. പിന്നെന്താ, ആള് മിടുക്കനായിരിക്കണം, വിശ്വസിക്കാനും പറ്റണം. കൂട്ടിയിട്ട് വാ. നമുക്ക് വേറെയും ബ്രാഞ്ച് ഓഫീസുകളൊക്കെ ഉണ്ടല്ലോ. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും വരാനും ഒക്കെ ആയിട്ട് നിൽക്കട്ടെ. അവരെ സഹായിച്ച ശിവനെ ദൈവം സഹായിക്കും. ഒരു കാലത്ത് സഹായിക്കാൻ മറന്നുപോയതുകൊണ്ടായിരിക്കും ഇന്ന് അദ്ദേഹം കൈ അയഞ്ഞ് സഹായിക്കുന്നുണ്ട്. എടുക്ക്. അല്ല, ആരാന്ന് വെച്ചിട്ടാ? ഞാനെന്ത് പറയാനാ? എടാ, ഇനി എനിക്ക് പറയാനുള്ളതൊക്കെ നിനക്കും പറയാം. എടുക്ക്. ആ ഗ്രീൻ ബട്ടൺ പ്രസ് ചെയ്യ്. ആ, അറ്റൻഡ് ചെയ്യ്. ഹലോ. നീ ഇങ്ങനെ നിലന്തടാതോടല്ല എന്റെ പപ്പ. അവൻ ഇങ്ങോട്ട് എത്തിക്കോളും. എത്തിക്കോളും. സന്ധ്യക്ക് വിളക്ക് വെക്കണതിന് മുമ്പ് വടക്കേടത്തെത്തുന്ന ഉദ്യോഗം മതിയെന്ന് പറഞ്ഞതാ ഞാൻ അവനോട്. അങ്ങാടിയിൽ ചങ്ങാതിമാരെ ആരെങ്കിലും കണ്ട്? അങ്ങാടിയിലെ ചങ്ങാതിമാരുടെ കാഴ്ച കാണാൻ പറ്റിയ നേരമാണല്ലോ. പോണ്ട ഇവിടുന്ന്, ഒരു ഉദ്യോഗത്തിന് പോണ്ട ഇവിടുന്ന്. വെറുതെ മനുഷ്യർക്ക് ഇരിക്കപ്പുറത്തില്ലാണ്ടാക്കാൻ. അമ്മു, ആ ടോർച്ചും കൂടെ എടുത്തോ. കടത്ത് വരുമെന്ന് പോയി നോക്കാം. അല്ലെങ്കിൽ വേണ്ട, അതിന് കടത്തം കെട്ടി പൂട്ടി പോയിട്ടുണ്ടാവുമല്ലോ അച്യുതനും. ഉദ്യോഗക്കാരനായപ്പോ ഇവിടെ ഒരു വീടും കുടുംബവും നോക്കിയിരിക്കണവരൊക്കെ ഉണ്ടെന്നുള്ളത് മറന്നോ? പപ്പേട്ടാ, നീ ഇതിപ്പോ എവിടെന്നാ ഇവന്റെ വാലുമ കടിച്ച് ഇന്നേരത്ത്? ഞങ്ങള് ഞങ്ങള് ഏട്ടാ, അത്
ശിവന്റെ അടുത്ത് ഞാൻ ഉണ്ണിയുടെ ജോലിക്കാരും പറഞ്ഞു. അപ്പൊ കൊണ്ടുവെല്ലാം പറഞ്ഞു. അത് ഉണ്ണിയുടെ അമ്മയെ കണ്ടു പറഞ്ഞു. അതാ വൈകി. എന്നാ പിന്നെ ഞാനങ്ങോട്ട് ഇതിപ്പോ എവിടുന്നത്? അത് എനിക്ക് ജോലിക്ക് പോവാൻ വരാനൊക്കെ ആയിട്ട് ശിവൻ. ഓ, ഇപ്പൊ ഇതിന്റെ ഒരു കുറവേ ഉള്ളൂ ഇവിടെ. 2 ചക്ര ഇതിന്. ചില നേരത്തെ ഇവറ്റകൾ എങ്ങനെയാ പെരുമാറുക പറയാൻ പറ്റില്ല. മനുഷ്യന്റെ സമാധാനം കെടുത്താൻ ഓരോ സൃഷ്ടികൾ ഇറങ്ങണത്. എനിക്കിത് നന്നായിട്ട് ഓടിക്കാറിയാട്ടാ. ഓ, വലിയ കാര്യമായി പോയി. നല്ലോണം ഓടിക്കാൻ അറിയാഞ്ഞിട്ടാ ഈ കണ്ട തീവണ്ടിയും വിമാനമൊക്കെ തലകുത്തി മറിയണത്. വടക്കേടത്തെ മുറ്റത്തേക്ക് ഈ യന്ത്രത്തിന്റെ ഒന്നും ആവശ്യമില്ല. ആ പുഴയൊന്ന് ചവിട്ടി കയറി ഇങ്ങോട്ട് വന്ന കാലല്ല മനസ്സ് തന്നെ വൃത്തിയാവും. പുതുമോടിക്ക് ഓരോരോ കുരുത്തക്കേടുകൾ തുടങ്ങണതേ.